ഇവിടുത്തെ സോളാർ പാനൽ ഫിക്സ് ചെയ്തതിന് ശേഷം സർവീസ് ചെയ്താണ്. പിന്നെ ഒരു പ്രാവശ്യം കൂടിയും അവർ അവിടെ സർവീസിന് വന്നിട്ടുണ്ട്. ആ സർവീസ് ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആ അഞ്ജിത, ആ എത്തിയാ? വഴി എല്ലാ പ്രശ്നം ഉണ്ടായോ? ആ അഞ്ജിത് അദ്ദേഹം വരാമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം ആളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എൻ്റെ പേര് അഞ്ജിത്ത്. ഞാൻ കോണ്ടാസ് ഓട്ടോമേഷൻ എന്ന കമ്പനിയുടെ സ്റ്റാഫാണ്. ഓരോ 4 മാസം കൂടുമ്പോൾ ഞങ്ങൾക്കിവിടെ സർവീസ് ഉണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യും, എല്ലാം കറക്റ്റ് വർക്ക് ചെയ്യുന്ന ഉറപ്പ് വരുത്തും, പ്രൊഫഷണൽ നോക്കും, കാര്യങ്ങൾ സർവീസ്. പിന്നെ പാനൽ ചെക്ക് ചെയ്യും. പിന്നെ വരുന്ന സമയത്ത് പാനലിൽ പൊടിയുണ്ടെങ്കിൽ പാനൽ ക്ലീൻ കൊടുക്കും. അതാണ് സർവീസിലുള്ളത്. ഇപ്പൊ പാനൽ ചെക്ക് ചെയ്യണോ? നമുക്ക് പാനൽ പോയി നോക്കും, അല്ല അതിന് പ്രശ്നം ഉണ്ടോ അതിന് പ്രശ്നം ഉണ്ടോ നോക്കും. പിന്നെ ചെളി ഉണ്ടെങ്കിൽ കഴുകി വരും. ആദ്യം ഇൻവെർട്ടർ നോക്കും, പ്രൊഡക്ഷൻ നോക്കും, എല്ലാം നോക്കും. പിന്നെ സീരിയൽ നമ്പർ എടുക്കും, അത് അയച്ചു കൊടുക്കും, അതിന് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും. പിന്നെ AC DC ബോക്സ് അഴിക്കും, അതിന് MCBക്കുള്ള പ്രശ്നം ഉണ്ടോ നോക്കും. വയറിങ്ങൊക്കെ ഓക്കെ ആണോ നോക്കും. അതിന് ഓക്കെ വെച്ചാൽ വല്ല സ്പാർക്കോ മറ്റേ എന്തെങ്കിലും ഉണ്ടോ നോക്കും. പിന്നെ ഈ ബോക്സ് നോക്കും, നിങ്ങൾ നോക്കും, AC ബെറ്റ് നോക്കും, ചെക്ക് ചെയ്യും, വോൾട്ടേജ് ചെക്ക് ചെയ്യും. എത്ര നാളായി നിങ്ങൾ സർവീസിന് വന്നിട്ട്? ഒരു 4-5 മാസമായില്ലേ. എത്ര കൊല്ലം അങ്ങനെ ചെയ്യും നിങ്ങൾ? 5 കൊല്ലം. വാറണ്ടി അനുസരിച്ചല്ലേ? ഫ്രീ സർവീസ് ഉണ്ട് അല്ലേ? ഇത് കോണ്ടാസിന്റെ സോളാറിന് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് 5 കിലോവാട്ട്സിന്റെ. അപ്പം അദ്ദേഹം ഒരു 3-4 മാസം മുമ്പ് വന്ന് ഇതൊക്കെ സർവീസ് ചെയ്ത് പോയതാ. അപ്പം അതിന് ശേഷം ഇപ്പം ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ സർവീസിന്റെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവർ കോണ്ടാസും സോഫാറും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 20 യൂണിറ്റാണ് അവരുടെ അവറേജ് ആയിട്ട് നമുക്ക് അവരുടെ എഗ്രിമെന്റ് അവരുടെ പക്ഷെ നമുക്കിവിടെ 30 വരെയും കിട്ടുന്നുണ്ട് അല്ലേ? അത് ഈ പാനൽ ബൈഫേഷ്യൽ സോളാർ കാരണമാണ്. 2 സൈഡിൽ നിന്ന് അടിയിൽ നിന്ന് റിഫ്ലക്ഷൻ കൊണ്ട് മേലേക്ക് വരുന്ന ലൈറ്റും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ അത് കാരണം അങ്ങനെ നമുക്ക് കൂടുതൽ കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ മഴയാണ്, നല്ല തകർന്ന് പിടിച്ച മഴയാണ്. അപ്പൊ ഈ മാസം കുറച്ച് കുറയും, എന്നാലും കുഴപ്പമില്ല, പ്രോപ്പറാണ്. ഇതിപ്പോ എർത്തിങ് പ്രോപ്പറാണ് നോക്കണത്. അപ്പൊ ഈ ബോക്സ് എർത്തിങ്ങിന്റെ സംബന്ധിച്ചുള്ളതാണല്ലേ? എർത്തിങ് ഓക്കെയാണ്. അപ്പൊ ഇത് സോഫാറിന്റെ ആണ് ഈ ഇൻവെർട്ടർ. ഇതാണ് ഇതിന്റെ സീരിയൽ നമ്പർ. അപ്പൊ ഈ സീരിയൽ നമ്പർ അദ്ദേഹം വന്നതിന് ശേഷം കമ്പനിക്ക് അയച്ചു കൊടുത്താണ്. അപ്പൊ ഇനി കമ്പനിക്കാരത് ചെക്ക് ചെയ്യും. അവിടെ അവരുടെ ഹെഡ് ഓഫീസിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഈ സോഫാറിന്റെ ആളുകൾ എവിടെ ഇരിക്കുന്നു? അവരുടെ ഓഫീസിലോ നിങ്ങളുടെ സോഫാറിന്റെ ഓഫീസിലല്ലേ? നിങ്ങൾക്കിപ്പോ സോഫാറിന്റെ മെസ്സേജ് കിട്ടല്ലോ, ഈ നമ്പർ സീരിയൽ നമ്പർ അയച്ചല്ലോ. അപ്പൊ എങ്ങനെയാണ് അതിന്റെ അവരെന്താ എങ്ങനെയാണ് അവരുടെ ആക്ഷൻ? അവർക്ക് ഈ സീരിയൽ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റത്തിൽ കാണാൻ പറ്റും. അതിൽ എററോ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. ഓൺലൈനായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. വൈഫൈ കണക്ട് ആയതുകൊണ്ട് അവർക്ക് ഓൺലൈൻ ചെക്ക് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യാം. പക്ഷേ വോട്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ അവിടെ ചെയ്യാൻ പറ്റും. അതിൽ എന്തെങ്കിലും എറർ, ഇതിന്റെ ഉള്ളിൽ സെറ്റിംഗ്സ് ഉണ്ടല്ലോ, എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കില്ലേ? അവർക്ക് അവിടെ അറിയാൻ പറ്റും. എന്നിട്ട് അവര് നമ്മളെ അറിയിക്കില്ല? എങ്ങനെ? എന്നെ അറിയിക്കും. പക്ഷേ അവർ ഓൺലൈൻ ചെയ്തിട്ട് എന്നെ അറിയിക്കും. അപ്പൊ ഇതിനുള്ള സ്പാർക്കോ എന്തെങ്കിലും ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടോന്നാണ് അവര് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിലെന്റെ മൊബൈലിലാണ് ആപ്പ് ഉള്ളത്, ഈ സോളാറിന്റെ. അപ്പൊ അത് അദ്ദേഹത്തിന് കാണണം. അത് കാണിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഡേറ്റ് സമയമൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മീറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കണം. KCBയുടെ മീറ്റർ ഒക്കെ ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കണം. ഇത് 3 ഫേസിലും വോൾട്ടേജ് നോക്കുന്നുണ്ടോ? R ഫേസ്, Y ഫേസ്, B ഫേസ്, 3ലും കറണ്ട് ഉണ്ട്. എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫേസിലാണ് പവർ കാണിച്ചത്. അപ്പോൾ DC ബോക്സ് അദ്ദേഹം അഴിച്ചെടുത്താണ്, അത് രണ്ടാമത് റീഫിറ്റ് ചെയ്യണം. ഇതാണ് AC ബോക്സ്. അപ്പോൾ അതും അദ്ദേഹം അത് ഊരിയെടുത്തത് രണ്ടാമത് റീഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് പൊസിഷനിലാക്കിയിട്ട് വെച്ചിരിക്കണം. വല്ല ഇത് ബേണിങ് ഓയിലുണ്ടോ നോക്കും, ഡാമേജ് നോക്കും. പിന്നെ ഇതിന്റെ ഈ ബോക്സുകൾ ഉണ്ട് പാനലിന്റെ അതുപോലത്തുള്ള ബോക്സ് ഉണ്ടാവും, അത് നമുക്ക് വല്ല ഡാമേജ് ഉണ്ടോ ചെക്ക് ചെയ്യും. അതാണ് പാനൽ ചെക്ക് ചെയ്യാൻ വേണ്ടത്. പാനലിൽ കുഴപ്പമൊന്നുമില്ല, എല്ലാം കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ ഡാമേജ് ഒന്നും കാണാനില്ല പാനലിൽ, എല്ലാം ഓക്കെയാണ്. അടിയിലെ കണക്ടറുകൾക്കും പ്രശ്നമൊന്നുമില്ല. 95% പാനൽ ക്ലിയർ ആണ്. വേറെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല പാനലിൽ. ഈ സ്പാർക്കിങ്ങോ മെൽറ്റിങ്ങോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും. അപ്പൊ ചില സമയത്ത് ഇവിടെ മെൽറ്റ് ആവാനും സാധ്യതയുണ്ട് അല്ലേ? ചില സ്ഥലങ്ങളിൽ പാനൽ കംപ്ലൈന്റ് വരാറുണ്ട്. ഇവിടെയൊക്കെ കത്തി കരിഞ്ഞ് ഇങ്ങനെ കാണാറുണ്ട്. ഇവിടെ പ്രശ്നം കാണാനില്ല. 9 പാനലും ചെക്ക് ചെയ്തു, പ്രശ്നം കാണാനില്ല.
അപ്പോൾ ഇതുവരെ അദ്ദേഹം ചെക്ക് ചെയ്തൊക്കെ കോണ്ടാസ് കമ്പനിക്ക് അപ്ലോഡ് ചെയ്ത് കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ സർവീസിന്റെ ഡ്യൂട്ടി ഇവിടുത്തെ കഴിഞ്ഞു.